അല്ല, മാനുവൽ 950-ലെയാണ്. സ്വാഭാവികമായിട്ട് ടെക്നോളജി ഉൾപ്പെടെയുള്ളത് വളർന്നിട്ടുള്ള കാര്യം നമുക്കറിയാം. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായിട്ടോ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടോ യാതൊരു കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് എൻ്റെ കൈപ്പടയിൽ എഴുതിയ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ദേവസ്വം ബോർഡ് ഓഫീസിൽ തിരക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. തിരുവാഭരണം കമ്മീഷണറും ദേവസ്വം കമ്മീഷണറും അതുപോലെ വിജിലൻസ് ഓഫീസറും ചീഫ് എഞ്ചിനീയറും തന്ത്രിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് എൻ്റെ കൈപ്പടയിൽ എഴുതിയത് അവിടെ ഇരിപ്പുണ്ട്. അവിടെ എന്തെങ്കിലും മറ്റ് കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 998 മുതലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. ഇപ്പോൾ നമ്മൾ ഇവരെ ചുമതലപ്പെടുത്തിയല്ലോ, റിട്ടയർഡ് ജില്ലാ ജഡ്ജിയെ ചുമതലപ്പെടുത്തി. ഇപ്പോൾ വിജിലൻസ് നടത്തിയ അന്വേഷണം വളരെ കൃത്യമാണല്ലോ. കാരണം ഒളിച്ച് വീട്ടിൽ വെച്ചിരുന്ന സാധനം ഉൾപ്പെടെ കണ്ടുപിടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ അതുകൊണ്ട് വിജിലൻസ് നന്നായിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 98 മുതലുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട് 98 അതിനു മുമ്പുള്ള അന്വേഷിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഒരു ഉദ്യോഗസ്ഥൻ്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള നിവേദനം കിട്ടി. അത് കോടതിയിൽ പോയി, കോടതിയുടെ ഉത്തരവ് വന്നു. ഞങ്ങൾ പരിശോധിക്കുമ്പോൾ 28 വർഷമായി അവിടുന്ന് മാറിയ ഉദ്യോഗസ്ഥന്മാരുടെ ചുമതല കൈമാറിയിട്ടില്ല. ചുമതല കൈമാറാത്തത് കൊണ്ടാണ് പെൻഷൻ കിട്ടാത്തത്. അപ്പോഴാണ് അവിടുത്തെ സ്വർണം പരിശോധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങളുടെ കാലത്ത് അവിടുത്തെ സ്വർണത്തിൻ്റെ കണക്കുൾപ്പെടെ എടുത്തിട്ട് ഹൈക്കോടതിയെ നമ്മൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ബഹുമാനപ്പെട്ട അനന്തകുമാർ സാറ് എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നലെ നമ്മുടെ തിരുവാഭരണം കമ്മീഷണറായിരുന്ന അദ്ദേഹം പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം മാനുവലിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും ലംഘനം ഉണ്ടെങ്കിൽ പരിശോധിക്കട്ടെ. ഇപ്പോൾ എന്തായാലും ഹൈക്കോടതി തന്നെ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പ്രസിഡൻ്റായിരുന്ന് എൻ്റെ ഭാഗത്ത് ശബരിമല ആചാരത്തിന് വിരുദ്ധമായിട്ടോ നിയമത്തിന് വിരുദ്ധമായിട്ടോ എന്തെങ്കിലും ഞങ്ങളുടെയൊക്കെ കാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണം. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ എല്ലാം മാനുവലിൻ്റെ അടിസ്ഥാനത്തിലാണോ അവിടെ നടന്നിട്ടുള്ളതെന്ന് പരിശോധിക്കണ്ടേ? അതെന്താണ് ഉദ്ദേശിക്കുന്നത്? 18-ാം പടിക്ക് മേലെ പിന്നെ അവിടെ പിന്നെ ദേവപ്രശ്നം വെച്ചപ്പോഴാണ് 18-ാം പടിക്ക് മേലെ മറ്റേ ഇത് പാടില്ല എന്ന് പറഞ്ഞു, സ്ലൈഡിങ് പാടില്ല എന്ന് പറഞ്ഞു. എൻ്റെ കാലത്ത് അത് പൊളിച്ചു. അതെങ്ങനെയാണ് പിന്നെ പണിഞ്ഞത്? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുവരെ വിദേശയാത്ര നടത്തിയിട്ടില്ലല്ലോ. ഞാൻ നടത്തിയിട്ടില്ലല്ലോ. വേറെ ചില പ്രസിഡന്റുമാർ വിദേശയാത്ര നടത്തിയില്ലേ? ആരുടെ കെയർ ഓഫിലാണ് വിദേശയാത്ര നടത്തിയത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദേശയാത്ര നടത്തിയത്? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം പരിശോധിക്കണം. ഞാൻ ഒന്നുകൂടെ കടത്തി പറയുകയാണ്, ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി പത്മകുമാർ എന്ന് പറയുന്ന പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അതാണല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ശബരിമല വിട്ടിട്ടോ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ദോഷം ഉണ്ടാകുന്നൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണം. എന്തിനാണ് ഇത് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത്? ഈ ആളുടെ കൈവശം തന്നെ കൊടുത്തുവിടാൻ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ? ഒരിക്കലും ഇല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഉൾപ്പെടെ അല്ലെങ്കിൽ പുതിയ സംവിധാനമാണെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ പുതിയ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ പുതിയ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാവാം. ഇത് നമ്മളിപ്പോൾ ദേവസ്വം ബോർഡ് ചെയ്യുന്നത് നയപരമായ തീരുമാനങ്ങളാണ്. അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം കമ്മീഷണറും തിരുവാഭരണം കമ്മീഷണറും ചീഫ് എഞ്ചിനീയറും അതുപോലെ തന്നെ വിജിലൻസ് ഓഫീസറുമാണ്. അവരുടെ ഉത്തരവാദിത്വത്തെ തന്നെയാണ് കൊടുത്തയക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എൻ്റെ കൈപ്പടയിൽ എഴുതിയ തീരുമാനം ഉണ്ടല്ലോ. അവിടെ മാനുവൽ ലംഘിക്കപ്പെട്ടിട്ടില്ലെന്ന് തന്നെയാണോ? നമുക്ക് നോക്കാം. അവർ പരിശോധിക്കട്ടെ. ഇപ്പം ജില്ലാ ജഡ്ജിയെ തന്നെ വെച്ചിരിക്കുകയല്ലേ, അവരെ പരിശോധിക്കട്ടെ. ക്ഷേത്രത്തിന്റെ സ്വത്തായിട്ടുള്ള ഒന്ന് പുറത്തേക്ക് കൊടുത്തു വിടുന്നത്. അപ്പോൾ ആ മാനുവലിന് വിരുദ്ധമായിട്ടല്ലേ അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്നാണ് വിമർശനം വന്നിരിക്കുന്നത്. അറിഞ്ഞൂടെ, അത് നോക്കണം. എന്താണ് മാനുവലിൽ പറഞ്ഞിട്ടുള്ളതെന്നും അതുപോലെ തന്നെ തന്ത്രിമാരുടെ അനുമതിയോടുകൂടി എന്തൊക്കെ ചെയ്യാമെന്നുള്ളതും സ്പോൺസർമാരാണോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്നൊക്കെ ഉള്ളത് വരട്ടെ എന്ന് നമുക്കപ്പോൾ. ഇതിപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണല്ലോ, അന്വേഷണം, സമഗ്രമായ അന്വേഷണം നടക്കട്ടെ. ചെമ്പ് പാളിയാണോ അന്ന് 2019 ചെന്നൈക്ക് കൊടുത്തുവിടുന്നത്, അതോ സ്വർണ്ണം പൂശിയ പാളികളാണോ? സ്വർണം പൂശിയ പാളിയാവാം. പക്ഷെ അന്ന് ഞാൻ ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പം ആ സ്വർണം മുഴുവൻ പോയി നിൽക്കുന്ന ചെമ്പ് പാളിയാണ്. ചെമ്പ് പാളിയാണല്ലോ യഥാർത്ഥത്തിൽ. ഇത് ഈ പറയുന്ന ഇപ്പോൾ ഈ ചെമ്പ് പാളിയാണോ സ്വർണ്ണപ്പാളിയാണോ എന്നുള്ള തർക്കം വരാൻ കാര്യം എന്താ? ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്നൊരു മാന്യദേഹം തന്നെ പറഞ്ഞു, ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ 44 കിലോ സ്വർണം
44 കിലോ സ്വർണം, അദ്ദേഹത്തിൻ്റെ വാദം അതാണ്. തിരിച്ചു വന്നപ്പോൾ 38 കിലോ സ്വർണം, അങ്ങനെ ഒരു 6 കിലോ സ്വർണത്തിൻ്റെ കുറവെന്നൊക്കെയാണ് പറഞ്ഞത്. അല്ല, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവർ പറയുന്നത് ഇത് മുഴുവൻ സ്വർണ്ണമാണ്, 6 കിലോ സ്വർണം കാണാനില്ല എന്നാണല്ലോ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ പൂശി കൊണ്ടുവന്നു എന്ന് പറയുന്നത് 49 പവൻ മാത്രമാണല്ലോ, അതിലുള്ളത് 49 പവൻ സ്വർണം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള നുണപ്രചരണങ്ങളും അനാവശ്യമായിട്ടുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കാലത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇപ്പോൾ ജി രാമൻ നായർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, അതായത് 99-ൽ വിജയമല്യ അവിടെ ടെമ്പിളിൻ്റെ റൂഫ് ഇത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, അത് പൂർത്തിയായി. അപ്പോഴാണ് ദ്വാരപാലകർ ഇങ്ങനെ കത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം രണ്ടാമത് അനുമതി നേടുകയായിരുന്നു, ദ്വാരപാലകരുടെ സെപ്പറേറ്റ് സ്വർണ്ണം പൂശണം എന്നുള്ളത്. അത് പിന്നീട് എല്ലാ വശങ്ങളിൽ നിന്നും അതിന് അനുമതി കിട്ടി. അങ്ങനെ രണ്ടാമത് അനുമതി തേടി പിന്നീടാണ് വിജയമല്യ ദ്വാരപാലകരുടെ ആ ശില്പങ്ങൾ സ്വർണം പൂശിയതെന്നാണ് ജി രാമൻ നായർ പറയുന്നത്. രാമൻ നായർ പറയുന്നതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. വിജയമല്യയെ പോലെ ഒരാളിനെ കൊണ്ട് ചെയ്യിച്ച ആളല്ലേ രാമൻ നായർ. പിന്നെ കൂടുതൽ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനൊന്നും പറയുന്നില്ല. അല്ല, കോടതി അന്വേഷിക്കട്ടെ. കോടതി വിജിലൻസ് ഉണ്ട്, കോടതിയുണ്ട്, റിട്ടയർഡ് ജഡ്ജിയുടെ മേൽനോട്ടമുണ്ട്, നടത്തട്ടെ, അന്വേഷിക്കട്ടെ. ചേട്ടാ, ഒരു കാര്യം കൂടി, അങ്ങ് ഈ വിദേശയാത്ര സൂചിപ്പിച്ചത് കെ അനന്തഗോപന്റെ വിദേശയാത്രയാണോ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാരെങ്കിലും അങ്ങനെ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശയാത്ര? അതൊക്കെ ഇതെല്ലാം പരിശോധിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അത് മാനുവലിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ.